എല്ലാ ദൈവമക്കളും നിർബന്ധമായും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വായിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായം. ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ അനുഗ്രഹങ്ങളും ശാപങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല അവസ്ഥകളുമുണ്ട്. രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, അതുപോലെ കടങ്ങളുണ്ട്, തോൽവികളുമൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്താണെന്ന് ആവർത്തന പുസ്തകം 28-ാം അധ്യായം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കും. അതിനകത്ത് 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അനുസരിച്ചില്ല എങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ശാപങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിച്ചാലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് 15 മുതൽ 68-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്ന സകലവും ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കാതിരുന്നാൽ വരുന്ന കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ശാപങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 28-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളാണ്. നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് തരുന്ന മറുപടി എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം. ആവർത്തന പുസ്തകം 28-ന്റെ 1ഉം 2ഉം. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വ ജനതകൾക്കും മീതെ ഉന്നതനാക്കും. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുന്നത് അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റാണ്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തെ കാര്യം, ശ്രദ്ധയോടെ യഹോവയുടെ വാക്ക് കേൾക്കുക. ശ്രദ്ധയോടെ. വെളിപ്പാട് പുസ്തകം പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് വെറുതെ കേട്ട് കളയുക എന്നുള്ളതല്ല, ആരൊക്കെയോ വായിക്കുന്നത് കേൾക്കുക എന്നതല്ല, അതനുസരിക്കുന്ന ഒരു മനസ്സോടുകൂടെ നമ്മൾ കേൾക്കുക. അതായത് കേൾക്കുന്ന കാര്യം അനുസരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത് നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമേ വരികയുള്ളൂ. 2ാമത് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുക, അതുപോലെ തന്നെ പ്രമാണിക്കുക, അതാണ് അനുസരിക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും പറയുവാണ്, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പിൻ. മനുഷ്യൻ്റെ വാക്കുകളല്ല, മനുഷ്യർ നിങ്ങളെ സുഖിപ്പിക്കുന്ന വാക്കുകളല്ല. 2ാമതായി ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിപ്പിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറാം. ഗോഡ് ബ്ലെസ് യു.